ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2025 ജനുവരിയിൽ നടന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി മാസത്തെ എല്ലാ കറണ്ട് അഫേഴ്സും ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. ഈ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താൽ വീഡിയോ ലെങ്ത് കൂടും. ലെങ്ത് കൂടുമ്പോഴത്തേക്കും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറയും. അതുകൊണ്ട് കുറഞ്ഞ ടൈമിൽ മാക്സിമം പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്നതിനുള്ള ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്നതിനുള്ള ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാഖ്. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു? പ്രബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. 2025 ജനുവരിയിൽ അന്തരിച്ച എൻ ലളിത ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? വീണവായന. 2025 ജനുവരിയിൽ അന്തരിച്ച എൻ ലളിത ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? വീണവായന. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്നതിനുള്ള ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാഖ്. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിരുന്നു പ്രബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2025 ജനുവരിയിൽ അന്തരിച്ച എൻ ലളിത ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? വീണവായന. സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ. സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. സമ്മാൻ സഞ്ജീവനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ ഏത്? ഹരിയാന. സമ്മാൻ സഞ്ജീവനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ ഏതാണ്? ഹരിയാന. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. സമ്മാൻ സഞ്ജീവനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാരാണ് ഹരിയാന സർക്കാർ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പ് ഹാൻഡ്ലൂം ജാലകം. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം. ചന്ദ്രനിലെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനം IIT മദ്രാസ്. ചന്ദ്രനിലെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനമാണ് IIT മദ്രാസ്. 2025 സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2025 സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അപ്പോൾ തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം. ചന്ദ്രനിലെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനമാണ് IIT മദ്രാസ്. 2025 സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗം ജാരവ. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗമാണ് ജാരവ. നഗോബ ജാതര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാന. നഗോബ ജാതര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. 2025 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലഡാക്ക്, ജമ്മു കാശ്മീർ. 2025 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി എവിടെയൊക്കെയാണ്? ലഡാക്ക്, ജമ്മു കാശ്മീർ. അപ്പോൾ ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗമാണ് ജാരവ.
നഗോബ ജാതര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഡീപ്സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയാണ് ലഡാക്കും ജമ്മു കാശ്മീരും. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ. ഉച്ചിര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? മാധവൻ പുറച്ചേരി. ഉച്ചിര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? മാധവൻ പുറച്ചേരി. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 7. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ. ഉച്ചിര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? മാധവൻ പുറച്ചേരി. മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ ഓർമ്മക്കുറിപ്പ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ. മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ. ISROയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ M. മോഹൻ. ISROയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടറാണ് M. മോഹൻ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ജോർജിയ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ. അപ്പോൾ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ. ISROയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടറാണ് M. മോഹൻ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ. എൻ്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ രചനയാണ്? KV തോമസ്. എൻ്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ രചനയാണ്? KV തോമസ്. കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥ ഓർമ്മയിലെ പച്ചകൾ. കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിൻ്റെ രചയിതാവാണ് എബ്രഹാം വർഗീസ്. അപ്പോൾ എൻ്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ രചനയാണ്? KV തോമസിൻ്റെ. കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡ് ലഭിച്ചത് M. മുകുന്ദൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡ് ലഭിച്ചത് M. മുകുന്ദന്. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് P.N. ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് P.N. ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡ് ലഭിച്ചത് M. മുകുന്ദൻ. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് P.N. ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. ലെബനന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഔനിൻ. ലബനന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഔനിൻ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം
ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹാനോയ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹാനോയ്. അപ്പോൾ 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. ലെബനൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഔനീൻ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹാനോയ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. 2025 ജനുവരിയിൽ BCCI സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. 2025 ജനുവരിയിൽ BCCI സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ, ന്യൂഡൽഹി. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദിയായത് ന്യൂഡൽഹിയാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം നിഖിൽ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമാണ് നിഖിൽ. അപ്പോൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതനായത് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. 2025 ജനുവരിയിൽ BCCI സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദി ന്യൂഡൽഹി. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമാണ് നിഖിൽ. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി വിജേഷ്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് ദിവി വിജേഷ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസ് വേദിയാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് ദിവി വിജേഷ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള 6ാമത് ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള 6ാമത് ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന 6ാമത് ബഡ്സ് കലോത്സവത്തിൽ വിജയികളായത് വയനാട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന 6ാമത് ബഡ്സ് കലോത്സവത്തിൽ വിജയികളായത് വയനാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള 6ാമത് ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന 6ാമത് ബഡ്സ് കലോത്സവത്തിൽ വിജയികളായത് വയനാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര് MT നിള. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേരാണ് MT നിള. 63ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂർ. 2ാം സ്ഥാനം പാലക്കാട്. 3ാം സ്ഥാനം കണ്ണൂർ. 63ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ 1ാം സ്ഥാനം നേടിയത് തൃശ്ശൂർ ജില്ല. 2ാം സ്ഥാനം പാലക്കാട്. 3ാം സ്ഥാനം കണ്ണൂർ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. അപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേരാണ് MT നിള. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയത് തൃശ്ശൂർ. 2ാം സ്ഥാനം നേടിയത് പാലക്കാട്. 3ാം സ്ഥാനം നേടിയത് കണ്ണൂർ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലം
ധൂബ്രി, അസാം. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലമാണ് ധൂബ്രി, അസാം. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞ മണ്ഡലം ശ്രീനഗർ, ജമ്മു കാശ്മീർ. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞ മണ്ഡലമാണ് ശ്രീനഗർ, ജമ്മു കാശ്മീർ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കൂടിയ മണ്ഡലം ധൂബ്രി, ആസാം. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏറ്റവും കുറഞ്ഞ മണ്ഡലം ശ്രീനഗർ, ജമ്മു കാശ്മീർ. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനി എയർ ഇന്ത്യ. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ച സ്ഥാപനം IIT ബോംബെ. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പരിശോധിക്കുന്നതിന് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമൊരുക്കിയ സ്ഥാപനം IIT ഗുവാഹത്തി. രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പരിശോധിക്കുന്നതിന് റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനമൊരുക്കിയ സ്ഥാപനമാണ് IIT ഗുവാഹത്തി. അപ്പോൾ രാജ്യത്താദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പരിശോധിക്കുന്നതിന് റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനമൊരുക്കിയ സ്ഥാപനമാണ് IIT ഗുവാഹത്തി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്ക. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്ക. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്ക. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനം കവചം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന നിയമം പോഷ് നിയമം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന നിയമമാണ് പോഷ് നിയമം. അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന നിയമമാണ് പോഷ് നിയമം. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായുള്ള സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് അങ്ങാടി. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പാണ് അങ്ങാടി. ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എഡിറ്റ്സ്. ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ്. ഏകവ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏകവ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പാണ് അങ്ങാടി. ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ്. ഏകവ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് സ്നേഹിത. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത.
2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്ന. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്ന. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. അപ്പോൾ വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്ന. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോപ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോപ. നിനക്കു ഞാൻ എൻ്റെ നിശബ്ദത സമർപ്പിക്കുന്നു എന്നു പേരിട്ടിരിക്കുന്നത് ആരുടെ അവസാനത്തെ നോവലാണ്? മാരിയോ വർഗാസ് യോസ. നിനക്കു ഞാൻ എൻ്റെ നിശബ്ദത സമർപ്പിക്കുന്നു എന്ന് പേരിട്ടിരിക്കുന്നത് ആരുടെ അവസാന നോവലിനാണ്? മാരിയോ വർഗാസ് യോസ. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോപ. നിനക്ക് ഞാൻ എൻ്റെ നിശബ്ദത സമർപ്പിക്കുന്നു എന്ന് പേരിട്ടിരിക്കുന്നത് ആരുടെ അവസാന നോവലിനാണ്? മാരിയോ വർഗാസ് യോസ. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ച പോർട്ടബിൾ റോബോട്ട് പ്ലൂട്ടോ അഥവാ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട്. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ച പോർട്ടബിൾ റോബോട്ടാണ് പ്ലൂട്ടോ അഥവാ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട്. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാർ ആയത് കർണാടക. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാർ ആയത് കർണാടക. US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡൊണാൾഡ് ട്രംപ്. US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ച പോർട്ടബിൾ റോബോട്ടാണ് പ്ലൂട്ടോ അഥവാ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട്. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് കർണാടക. US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡൊണാൾഡ് ട്രംപ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാക്കാൻ നോർക്ക ആവിഷ്കരിച്ച പദ്ധതി നെയിം അഥവാ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാക്കാൻ നോർക്ക ആവിഷ്കരിച്ച പദ്ധതിയാണ് നെയിം അഥവാ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാക്കാൻ നോർക്ക ആവിഷ്കരിച്ച പദ്ധതിയാണ് നെയിം അഥവാ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റാണ് തോമസ് ബാക്ക്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ് ഷാ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാണ് ജയ് ഷാ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റാണ് തോമസ് ബാക്ക്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാണ് ജയ് ഷാ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75ാം വാർഷികം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75ാം വാർഷികം. 2025 ജനുവരിയിൽ ഏവോയിൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം അയർലൻഡ്.
2025 ജനുവരിയിൽ എവോയിൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച രാജ്യമാണ് അയർലാൻഡ്. കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയൻ കുമാർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയൻ കുമാർ. അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75-ാം വാർഷികം. 2025 ജനുവരിയിൽ എവോയിൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച രാജ്യമാണ് അയർലൻഡ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയൻ കുമാർ. ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത്? 75-ാം ചരമവാർഷികം. ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത്? 75-ാം ചരമവാർഷികം. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി. നമസ്തേ പദ്ധതി. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് നമസ്തേ പദ്ധതി. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത് പദ്ധതി. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നീ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. അപ്പോൾ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിച്ചത്? 75-ാം ചരമവാർഷികം. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് നമസ്തേ പദ്ധതി. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത് പദ്ധതി. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേര്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായണൻ. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി? ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ V നാരായണൻ. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ V നാരായണൻ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ സംസ്ഥാനത്തെ ഗവർണറാണ്. 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ? മനു ഭാക്കർ ഷൂട്ടിംഗ്, D ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവരാണ് ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, ചെസ് താരമായ D ഗുകേഷ്, ഹോക്കി താരമായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് താരമായ പ്രവീൺ കുമാർ. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം? സാജൻ പ്രകാശ്. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. അപ്പോൾ 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവരാണ് മനു ഭാക്കർ ഷൂട്ടിംഗ്, D ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമെന്ന് ചോദിച്ചാൽ സാജൻ പ്രകാശ്. 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ? S മുരളീധരൻ. 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനാണ് S മുരളീധരൻ. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ അഥവാ ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം? IIT ഗുവാഹത്തി. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന
ഹൈഡ്രോജൽ അഥവാ ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ഗുവാഹത്തി. അപ്പോൾ 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനാണ് S. മുരളീധരൻ. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ അഥവാ ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ഗുവാഹത്തി. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സോറൻ മിലനോവിച്ച്. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. ലെബനീസ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നവാഫ് സലാം. ലെബനീസ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവാഫ് സലാം. അപ്പോൾ സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിൽ. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. ലെബനീസ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവാഫ് സലാം. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകൾ: INS നീലഗിരി, INS സൂരത്ത്, INS വാഗ്ഷീർ P-75. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് INS നീലഗിരി, INS സൂരത്ത്, INS വാഗ്ഷീർ P-75. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പലാണ് INS സൂരത്ത്. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പലാണ് INS സൂരത്ത്.